എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഏകദേശം 4 മണിയോടെ വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. റിസൾട്ട് അറിയാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക്, അതായത് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് A+ മുതൽ E ഗ്രേഡ് വരെയുള്ള വിവിധ ഗ്രേഡുകൾ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ ഉണ്ടാവുക. അതായത് ജസ്റ്റ് നിങ്ങളുടെ റിസൾട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആ ഒരു 10 സബ്ജക്റ്റിൻ്റെയും ഗ്രേഡുകൾ, അത് 10 സബ്ജക്റ്റിൻ്റെ പേര്, അതുപോലെ തന്നെ അതിന് ഏത് ഗ്രേഡാണ് കിട്ടിയത് എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ SSLC പരീക്ഷ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ SSLC പരീക്ഷ ഫെയിൽഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതായത് D ഗ്രേഡോ E ഗ്രേഡോ ഏതെങ്കിലും സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റാണ് തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ SSLC പരീക്ഷ എഴുതിയാൽ മതി. അതുപോലെ തന്നെ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുക. റീവാലുവേഷന് 400 രൂപയാണ് ഫീസ് വരിക. നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരികെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റീവാലുവേഷനിൽ മാർക്ക് കുറയുകയാണെങ്കിൽ കൂടിയ മാർക്കാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഗ്രേഡ് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ആദ്യത്തെ സെയിം ഗ്രേഡ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ SSLCയുടെ മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളോട് SSLCയുടേത് ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് നിങ്ങളുടെ ആ ഒരു മാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ ഗ്രേഡിനും പോയിന്റ്സ് ഉണ്ട്, അതായത് ഗ്രേഡ്, അതുപോലെ തന്നെ ആ ഒരു ഗ്രേഡിന് ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എത്ര മാർക്ക് ഓരോ ഗ്രേഡിനെ പോയിന്റ്സ് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ A+ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു A+ന് 9 ആണ് ഗ്രേഡ് പോയിന്റ്, A ഗ്രേഡ് ആണെങ്കിൽ 8 ആണ് ഗ്രേഡ് പോയിന്റ്, അതുപോലെ തന്നെ B+ ആണെങ്കിൽ 7 മാർക്കാണ് ഗ്രേഡ് പോയിന്റ് ഉണ്ടാവുക. അതുപോലെ B ഗ്രേഡ് ആണെങ്കിൽ 6 ആണ് ഗ്രേഡ് പോയിന്റ്, C+ ആണെങ്കിൽ 5 ആണ് ഗ്രേഡ് പോയിന്റ്, അതുപോലെ C ആണെങ്കിൽ 4 ആണ് ഗ്രേഡ് പോയിന്റ്, D+ ആണെങ്കിൽ 3 ആണ് ഗ്രേഡ് പോയിന്റ്, D ആണെങ്കിൽ 2 ആണ് ഗ്രേഡ് പോയിന്റ്, E ആണെങ്കിൽ 1 ആണ് ഗ്രേഡ് പോയിന്റ്. ഇനി ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് പെർസെൻറ്റേജ്, അതായത് എത്ര പെർസെൻറ്റേജ് മാർക്ക് SSLCയിൽ ഉണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 10 A+ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് 9 ആണ് ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് 10 × 9, അതായത് 10 × 9 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 90 മാർക്കാണ് വരിക. അപ്പോൾ ഈ 90നെ നിങ്ങൾക്ക് 100%ലേക്ക് നിങ്ങൾക്ക് മാറ്റുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 90, അതായത് 100/90 കൊണ്ട് നിങ്ങൾ ഗുണിക്കുക. അപ്പോൾ 100/90 കൊണ്ട് നിങ്ങൾ ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ 90 ഒരു തവണ ഇങ്ങനെ പോകുന്ന സമയത്ത് 1/100 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നതാണ്. അതായത് 10 A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് 100% മാർക്കാണ് ഉണ്ടാവുക. അതായത് 10 A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് 100% മാർക്കാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 9 A+ ആണ്, അതുപോലെ തന്നെ ഒരു A ഗ്രേഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ SSLCയുടെ മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ 9 ഗുണിക്കണം A+ൻ്റെ വില എന്ന് പറയുന്നത് 9 ആണ്, അതായത് A+ൻ്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9 × 9 പ്ലസ് അതുപോലെ തന്നെ 1 × Aയുടെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഈ 8, അപ്പോൾ 9 × 9 81 പ്ലസ് 8 ആണ് വരിക. 1 × 8 8, അപ്പോൾ ഈ 81ഉം 8ഉം 89 മാർക്ക് കിട്ടും. അപ്പോൾ ഈ 89 എന്ന് പറയുന്നതിനെ 100/90 കൊണ്ട് ഗുണിക്കുക. അതായത് 89 × 100/90, അതായത് 100 ഹരിക്കണം 90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ അതായത് ഈ ഗുണിച്ച് കഴിഞ്ഞാൽ ഏകദേശം 98.8 കിട്ടും, അതായത് 99% കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് എത്ര A+ കിട്ടി, അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു A+, അതുപോലെ തന്നെ അതായത് A ഗ്രേഡ് കിട്ടി, അതുപോലെ തന്നെ ബാക്കിയുള്ളത് അതായത് 7ഉം 1ഉം 8, അതിനുശേഷം 2 B+ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്, അതായത് 1 ഗുണിക്കണം A+ൻ്റെ വില 9, അതുപോലെ തന്നെ A, അപ്പോൾ ഇതിനോടൊപ്പം പ്ലസ് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം A ഗുണിക്കണം Aയുടെ വില എന്ന് പറയുന്നത് 8 ആണ്, അതിനോട് ഈ 2 B+ ഉണ്ട്, അപ്പോൾ B+ൻ്റെ വില എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ഗുണിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്, ആ ഒരു കിട്ടുന്ന വിലയെ നിങ്ങൾ ചെയ്യേണ്ടത് 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് SSLCയിൽ മാർക്ക് പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആകെ ലഭിച്ച മാർക്കിനെ, അതായത് എത്ര ഗ്രേഡുകൾ കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഓരോ ഗ്രേഡുകളുടെയും എണ്ണത്തെ ആ ഒരു ഗ്രേഡുകളുടെ പോയിന്റ് കൊണ്ട് നിങ്ങൾ ഗുണിക്കുക. അതിനുശേഷം ആകെ ഗ്രേഡ് പോയിന്റുകളെ കൂട്ടിയ ശേഷം ആ ഒരു കൂട്ടിക്കിട്ടിയ ഗ്രേഡിനെ നിങ്ങൾ ചെയ്യേണ്ടത് 100/90 കൊണ്ട് ഗുണിക്കുക. അതായത് ഇപ്പോൾ 10 A+ ഉണ്ട് എങ്കിൽ A+ൻ്റെ വില 9 ആണ്. അപ്പോൾ 10 ഗുണിക്കണം A+ൻ്റെ വില 9. അപ്പോൾ ഇതിനെ നിങ്ങൾ 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എത്ര പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് SSLCയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ SSLCയുടെ മാർക്ക് പെർസെൻറ്റേജ് മനസ്സിലാക്കാം. അതായത് ടോട്ടൽ ഗ്രേഡ് പോയിന്റിനെ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് TGP ഇൻറ്റു 100/90 എന്നുള്ളതാണ്. അതായത് TGP ഇൻറ്റു 100/90 എന്നുള്ളതാണ്. TGP എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ലഭിച്ചിട്ടുള്ള ഗ്രേഡ് പോയിന്റ് എത്രയാണോ അതാണ് TGP എന്ന് പറയുന്നത്. അതിനെ 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെ മാർക്ക് പെർസെൻറ്റേജ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് 10 A+ കിട്ടിയിട്ടുണ്ട് എങ്കിൽ A+ൻ്റെ വില കൂടി ഇതിനോടൊപ്പം നൽകിക്കഴിഞ്ഞാൽ ഇതിനെയാണ് TGP എന്ന് പറയുന്നത്. ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനെ 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് പെർസെൻറ്റേജ് SSLCയിൽ കിട്ടിയിട്ടുണ്ട്, അതായത് എത്ര മാർക്കാണ് SSLCയുടെ മാർക്ക് പെർസെൻറ്റേജ് എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.